ചെറുപയർ കറി ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് ചെറുപയർ 12 മണിക്കൂർ നേരത്തേക്ക് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു വലിയ സവാള ചെറുതരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, കടുക് ആവശ്യത്തിന്. നമ്മളിപ്പോൾ ചെറുപയർ നല്ലതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒരു വിസിൽ മാത്രം ഇട്ട് വേവിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് കുഴഞ്ഞൊന്നും വേവിക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്ര കൺസിസ്റ്റൻസിയാണോ വേണ്ട അതിനനുസരിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനി കറി ഒന്ന് തിളച്ചാൽ മാത്രം മതി, നമ്മുടെ കറി റെഡിയാവും.